ആസ് പാർട്ട് ഓഫ് ദിസ് മൂവ്മെന്റ് ഗാന്ധിജി പ്രപ്പോസ്ഡ് ദ ഫോളോവിങ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ആവശ്യപ്പെട്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിമാൻഡ്സ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്, ഉപ്പ് നികുതി ഒഴിവാക്കുക. ടു ഡിക്ലെയർ 50% ടാക്സ് റിലാക്സേഷൻ ഫോർ ഫാമേഴ്സ്, കർഷകർക്ക് പകുതി നികുതി ഒഴിവാക്കി കൊടുക്കുക. 50% ടാക്സ് റിലാക്സേഷൻ, 50% നികുതി റിലാക്സ് ചെയ്യുക. ടു ഇൻക്രീസ് ദ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഫോറിൻ ക്ലോത്ത്സ്, ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന വിദേശ വസ്ത്രങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കുക. ടു റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക. ടു കട്ട് ഷോർട്ട് മിലിറ്ററി ബഡ്ജറ്റ് ആൻഡ് ഹൈ സാലറി ഓഫ് ടോപ്പ് ഒഫീഷ്യൽസ്, ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉയർന്ന ശമ്പളവും അതുപോലെ സൈനിക ചെലവുകളും നിയന്ത്രിക്കുക. ടു ഡിസോൾവ് ദ സീക്രട്ട് സർവൈലൻസ് വിങ് ഫോംഡ് ടു വാച്ച് ഇന്ത്യൻസ്, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരൻ നിയമിച്ചിരിക്കുന്ന രഹസ്യ നിരീക്ഷണ വിഭാഗം, അവരെ പിരിച്ചുവിടുക. ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. ടു ഇംപ്ലിമെന്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ അല്ലെങ്കിൽ ചാരായം, മദ്യം നിരോധിക്കുക. ഇതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ ആവശ്യങ്ങൾ. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ആയുധമായി ഗാന്ധിജി കണ്ടെത്തിയത് ഉപ്പ് ആണ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. വൈ ഹി സെലക്ടഡ് സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗേൻസ്റ്റ് ദ ബ്രിട്ടീഷ്, എന്തുകൊണ്ടാണ് ഗാന്ധിജി ഉപ്പ് ബ്രിട്ടീഷുകാരനെതിരെയുള്ള ഒരു ആയുധമായി തിരഞ്ഞെടുക്കുന്നത്? സാൾട്ട് ടാക്സ് കൺസ്റ്റിറ്റ്യൂട്ടഡ് 2/5 പോർഷൻ ഓഫ് ദ ഇൻകം കളക്ടഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ ടാക്സസ്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ നിന്ന് നികുതിയായി പിരിച്ചെടുക്കുന്ന പണത്തിന്റെ 2/5 ഉപ്പിന്റെ പേരിലുള്ള നികുതികളായിരുന്നു. സാൾട്ട് ടാക്സ് കൺസ്റ്റിറ്റ്യൂട്ടഡ് 2/5 പോർഷൻ ഓഫ് ദ ഇൻകം കളക്ടഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ ടാക്സസ്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ നിന്ന് ആകപ്പാടെ പിരിച്ചെടുക്കുന്ന നികുതി തുകയുടെ 2/5 ഉപ്പ് നികുതിയായിരുന്നു. സെക്കൻഡ് വൺ, ദിസ് ടാക്സ് വാസ് എ ഹെവി ബർഡൻ ഫോർ ദ പുവർ പീപ്പിൾ. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, പാവപ്പെട്ട ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ദരിദ്രരെ സംബന്ധിച്ചിടത്തോളം ഉപ്പിന് ഇത്രയും വലിയൊരു നികുതി എന്ന് പറയുന്നത് വലിയൊരു ബർഡനായിരുന്നു. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡിജീനിയസ് സാൾട്ട് പ്രൊഡക്ഷൻ. ബ്രിട്ടീഷുകാരൻ വരുന്നതിന് മുമ്പ് നമ്മുടെ കടൽ തീരങ്ങളിൽ തീരദേശവാസികൾ സ്വതന്ത്രമായി ഉപ്പ് നിർമ്മിക്കുമായിരുന്നു. ബ്രിട്ടീഷുകാരന്മാർ അത് വിലക്കി. അപ്പോൾ സ്മാൾ സ്കെയിൽ ഇൻഡിജീനിയസ് സാൾട്ട് പ്രൊഡക്ഷൻ ബാൻ ചെയ്തു. ചെറുകിട രീതിയിലുള്ള നമ്മുടെ രാജ്യത്തിനകത്ത് ജനങ്ങൾ ഉപ്പ് നിർമ്മിച്ചിരുന്നത് ഇല്ലാതെയാക്കി. ദർ വാസ് 3-fold ഹൈക്ക് ഓൺ സാൾട്ട് പ്രൈസ്. 3-fold ഹൈക്ക് ഓൺ സാൾട്ട് പ്രൈസ്. ഉപ്പിന്റെ വിലയിൽ 3 ഇരട്ടി വർധനവാണ് ഉണ്ടായത് ബ്രിട്ടീഷുകാരൻ വന്നതിന് ശേഷം. ദ ഡിമാൻഡ് ഫോർ ലിഫ്റ്റിംഗ് സാൾട്ട് ടാക്സ് വാസ് എ സ്ലോഗൻ സ്യൂട്ടബിൾ ടു ഇൻസ്പയർ ഓൾ സെഗ്മെന്റ്സ് ഓഫ് ദ സൊസൈറ്റി. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഇൻസ്പയർ ചെയ്യാൻ, പ്രചോദിതരാക്കാൻ സഹായിക്കുന്ന ഒരു ആശയമാണ് ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജി ഉപ്പ് ഒരു പ്രധാന ആയുധമായി, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദ എബോവ് സെഡ് റീസൺസ് ഗാന്ധിജി സെലക്ടഡ് സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരനെതിരെയുള്ള ഒരു പ്രധാന ആയുധമായി ഗാന്ധിജി ഉപ്പ് തിരഞ്ഞെടുത്തത് ഇക്കാരണങ്ങളാലാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായി സഞ്ചരിക്കുകയും ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കുകയും ചെയ്തു. അതിനാണ് നമ്മൾ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുകയുണ്ടായി. പയ്യന്നൂർ ഇൻ കേരള, വേദാരണ്യം ഇൻ തമിഴ്നാട്, ബോംബെ ഇൻ മഹാരാഷ്ട്ര, നൗഖാലി ഇൻ ബംഗാൾ ആൻഡ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസ് വെയർ സം ഓഫ് ദ സെന്റേഴ്സ് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇതേ സമയത്ത് ഉപ്പ് സത്യാഗ്രഹം നടക്കുകയുണ്ട്. ആസ് പാർട്ട് ഓഫ് ദ പ്രൊട്ടസ്റ്റ് വോളണ്ടിയേഴ്സ് മെയ്ഡ് സാൾട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് ടു ദ പബ്ലിക്, ഹോയിസ്റ്റഡ് നാഷണൽ ഫ്ലാഗ് ആൻഡ് ചാൻഡ് ആന്റി ബ്രിട്ടീഷ് സ്ലോഗൻസ്. വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കുകയും പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും നമ്മുടെ ദേശീയ പതാക ഉയർത്തുകയും ആന്റി ബ്രിട്ടീഷ് സ്ലോഗൻസ് മുഴക്കുകയും ഒക്കെ ചെയ്തു. ദ ബ്രിട്ടീഷ് പോലീസ് സിവിയർലി ടോർച്ചേർഡ് എ ടീം ഓഫ് വോളണ്ടിയേഴ്സ് ലെഡ് ബൈ സരോജിനി നായിഡു ഹു ഹാഡ് സെറ്റ് ഔട്ട് ടു ധരാസന സാൾട്ട് ഫീൽഡ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ ധരാസന സാൾട്ട് ഫീൽഡിലേക്ക്
സഞ്ചരിച്ച സരോജിനി നായിഡുവിനെ ബ്രിട്ടീഷുകാരന്മാർ അറസ്റ്റ് ചെയ്യുന്നു, ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ സമരം ബ്രിട്ടീഷുകാരന്മാർ അടിച്ചമർത്തുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബ്രിട്ടീഷുകാരന്മാർക്കെതിരെ ഇന്ത്യയിൽ നടത്തിയ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റാണ്. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മൂന്നാമത്തെ മാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ബഹുജന സമരം എന്ന് പറയാവുന്നത്. 1942 ബോംബെയിൽ നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. The Quit India movement was the last popular protest organized by the Indian National Congress under the leadership of Gandhiji. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പോലെ വളരെ വിപുലമായ രീതിയിൽ അല്ലെങ്കിൽ ബഹുജന പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ച ഒരു സമരമാണ്. നോൺ വയലൻസിന്റെ മാർഗത്തിലൂടെ അല്ലെങ്കിൽ അഹിംസാ മാർഗത്തിലൂടെ ഗാന്ധിജി കൊണ്ടുപോയ മറ്റൊരു സമര പരിപാടിയാണ്. ലെറ്റ് us examine some factors that caused the Quit India movement. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് കാരണമായ സംഭവങ്ങൾ നോക്കാം. ഒന്ന്, റിലക്റ്റൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് നടപ്പിലാക്കുവാൻ, ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ബ്രിട്ടീഷുകാരന്മാർ കാണിച്ച വൈമുഖ്യം. രണ്ട്, പബ്ലിക് ഡിസ്കസ്റ്റ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ. വിലക്കയറ്റത്തിനെതിരെ, ക്ഷാമത്തിനെതിരെ ജനങ്ങളിൽ ഉണ്ടായ ഒരു ഡിസ്കസ്റ്റ്, അസംതൃപ്തി. അപ്പോൾ വിലക്കയറ്റവും ക്ഷാമവും ഉണ്ടായപ്പോൾ ബ്രിട്ടീഷുകാരന്മാരായ ഭരണാധികാരികൾ യാതൊരു നടപടികളും കൈക്കൊള്ളുന്നില്ല. അത് ഇന്ത്യക്കാരെ അസംതൃപ്തരാക്കി. ദ അസംഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ പോയിന്റ്, രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരന്മാർ പരാജയപ്പെടും എന്ന കണക്കുകൂട്ടൽ. രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരന്മാർ പരാജയപ്പെടുമെന്ന കണക്കുകൂട്ടലും ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുവാൻ ഗാന്ധിജിയെ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചു. As part of this movement, Gandhiji called for the following. First one, princely states shall recognize the sovereignty of their people. നാട്ടുരാജ്യങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. ഫാർമേഴ്സ് ഷാൾ നോട്ട് പേ ലാൻഡ് ടാക്സ്. കർഷകർ ഭൂനികുതി ഇനി മുതൽ കൊടുക്കരുത്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഷാൾ ഡിസ്ക്ലോസ് ദെയർ ലോയൽറ്റി ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിത്തൗട്ട് റിസൈനിങ് ദെയർ പൊസിഷൻസ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഉള്ള കൂറ് കാണിക്കണം, ബ്രിട്ടീഷുകാരന്റെ ജോലി ഉപേക്ഷിക്കാതെ. Without quitting their positions in the army, soldiers shall disobey orders to shoot and kill Indians. ഇന്ത്യക്കാരായിട്ടുള്ള ബ്രിട്ടീഷ് സൈന്യത്തിൽ ജോലി ചെയ്യുന്ന സൈനികർ ആ ജോലി ഉപേക്ഷിക്കാതെ തങ്ങളുടെ സുപ്പീരിയേഴ്സായ ബ്രിട്ടീഷുകാരന്മാർ ആജ്ഞാപിക്കുമ്പോൾ ഇന്ത്യക്കാരൻ്റെ നേരെ വെടിയുതിർക്കുവാനോ ഇന്ത്യക്കാരനെ ദ്രോഹിക്കുവാനോ ആജ്ഞാപിക്കുമ്പോൾ ആ ആജ്ഞ അനുസരിക്കാതിരിക്കുക. ഇഫ് പോസിബിൾ, സാധ്യമെങ്കിൽ സ്റ്റുഡൻസ് ഷാൾ ബോയ്കോട്ട് എഡ്യൂക്കേഷൻ ടിൽ അറ്റൈനിങ് ഫ്രീഡം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ കുട്ടികൾ വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. The British government suppressed the movement very severely and arrested leaders including Mahatma Gandhi. വളരെ ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തുകയും ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. In protest, the uncontrolled mob demolished government offices, electric lines and transportation facilities. നമ്മുടെ സമരക്കാരന്മാർ അല്ലെങ്കിൽ ഇന്ത്യക്കാരന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഗവൺമെൻറ് ഓഫീസുകൾ അടിച്ചു തകർത്തു, ഇലക്ട്രിക് ലൈനുകൾ നശിപ്പിച്ചു, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാതെയാക്കി. അറ്റ് ദ എൻഡ് ഓഫ് 1942 ഇന്ത്യ വാസ് അണ്ടർ ദ ഫയർ ഓഫ് പോപ്പുലർ അൺട്രസ്റ്റ്. അങ്ങനെ 1942 അവസാനമാകുമ്പോഴേക്കും ജനങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്നത് ജനങ്ങളുടെ അസംതൃപ്തിയാകുന്ന തീയിൽ എരിയുകയായിരുന്നു. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വാസ് എ ക്ലിയർ indication of the people's determination to grab freedom for their country. എന്തായാലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്വാതന്ത്ര്യ സമരത്തിലെ അവസാന മാസ്റ്ററുകളായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു. അത് ബ്രിട്ടീഷുകാർക്കുള്ള അവസാനത്തെ വാണിംഗ് ആയിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നേടിയേ തീരൂ, സ്വാതന്ത്ര്യം ലഭിച്ചേ തീരൂ, അത് നിങ്ങൾ നൽകിയേ പറ്റൂ എന്നുള്ള അവസാനത്തെ വാണിംഗ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എന്തായാലും അതോടുകൂടി ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങളുടെ ഒരു ചരിത്രം നമുക്ക് അവസാനിക്കുന്നു പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മറ്റൊരു ഭാഗമാണ് ആൾട്ടർനേറ്റീവ് പാത്സ് എന്ന് പറയുന്നതാണ്. സമാന്തര പാതകൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് പാത്സ്. അതായത് ഇത്രയും നേരം നമ്മൾ പഠിച്ചത് മുഴുവനും ഗാന്ധിജിയെക്കുറിച്ചുള്ള ചരിത്രമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി നിസ്തുലമായ ഒരു പങ്കാണ് വഹിച്ചത്. പക്ഷേ അദ്ദേഹം മാത്രമായിരുന്നില്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. അദ്ദേഹത്തെ പോലെ തന്നെ
വളരെ പ്രാധാന്യമുള്ള സ്ഥാനം അലങ്കരിക്കുന്ന നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അവരെ എല്ലാവരെയും കുറിച്ചുള്ളൊരു ചരിത്രമാണ് ബാക്കി ഭാഗങ്ങളിൽ പഠിക്കാനായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം, ഗാന്ധിജിക്ക് തൊട്ട് പിറകിൽ നമുക്ക് പ്രതിഷ്ഠിക്കാവുന്ന വിഗ്രഹമാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് ആദ്യം പറയാനായിട്ടുള്ളത്. ഗാന്ധിജിയുടെ സമര ആശയങ്ങളോടെല്ലാം എതിർപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. In various stages of national movement, Subhash Chandra Bose expressed his difference of opinion on Gandhian ideas of struggle. Quitting the Congress, he formed a political party called Forward Bloc. He took the charge of the Indian National Army, or INA, formed by Rash Bihari Bose to attain freedom for India. He formed a provisional government for free India in Singapore with the aim enforcing the British to quit India. The Indian National Army had a women wing called the Jhansi Regiment. Captain Lakshmi, a Keralite, was in charge of this regiment. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ആകെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ മലയാളത്തിൽ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ആശയങ്ങളുമായി എന്നും എതിർപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് സുഭാഷ് ചന്ദ്രബോസ്. പലപ്പോഴും അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയോടുള്ള പൊരുത്തക്കേടുകൾ കാരണം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന ഒരു സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുകയും ചെയ്തു. അദ്ദേഹം സിംഗപ്പൂർ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് രൂപീകരിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പോരാടുകയും ചെയ്തിരുന്നു. ആ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വിമൺ വിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഝാൻസി റെജിമെൻറ്റ് എന്നായിരുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി എന്നു പേരുള്ള ഒരു മലയാളി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കേരള വനിത ആയിരുന്നു അതിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി മറ്റുള്ളവരെ കുറിച്ച് വളരെ ചുരുക്കി ചില കാര്യങ്ങളാണ്. C.R. Das and Motilal Nehru, who opposed Gandhian idea of boycott movement, formed the Swaraj Party in 1923. ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുക, അങ്ങനെ പഠിക്കുക. ഗാന്ധിജിയുടെ ആശയങ്ങളോട് യോജിച്ച് പോകാൻ കഴിയാതിരുന്ന മറ്റു രണ്ട് നേതാക്കന്മാരാണ് C.R. Das, മോത്തിലാൽ നെഹ്റു. ഇവർ 1923 സ്വരാജ് പാർട്ടി എന്ന പേരിൽ മറ്റൊരു പാർട്ടി രൂപീകരിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഘടനയാണ്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു ആൻഡ് സുഖദേവ് വേർ അറ്റ് ദ ഹെൽം ഓഫ് ദിസ് മൂവ്മെൻറ്റ്. ഈ പ്രസ്ഥാനത്തെ പിന്നിൽ പ്രവർത്തിച്ചത് they floated a military wing called Republican Army for armed revolution. സൈനികമായ വിപ്ലവം സംഘടിപ്പിക്കുക അല്ലെങ്കിൽ സായുധ വിപ്ലവം സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചു. Their plan was to overthrow the colonial government through military action and establish a federal republic of Indian states.